Can I have the day with you? Hi guys, so ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് ഇൻ ജപ്പാൻ. അങ്ങനെ വീഡിയോ എടുക്കണമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇപ്പോൾ തണുപ്പായി, അപ്പോൾ ഞങ്ങൾ വെറുതെ പുറത്തിറങ്ങാൻ പ്ലാൻ ചെയ്യണം. സോ തണുപ്പായപ്പോൾ ഐ തോട്ട് ജപ്പാൻ നല്ല രസമാണ് തണുപ്പത്ത്, ചുമ്മാ വ്ളോഗ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. തണുക്കുന്നതുകൊണ്ട് ഹുഡി ഇടണം. സോ നമുക്ക് ഹുഡി ഇട്ട് പുറത്ത് പോവാം. അപ്പോൾ ഓൺ ദ വേ ഞാൻ പറ്റിയ വ്ളോഗ് എടുക്കാം. മേക്കപ്പ് ഒന്നും ഇല്ല ഗൈസ്, ബിക്കോസ് എവിടെ പോകുന്ന നടത്തില്ല, നല്ല തണുപ്പ്. സോ ബൈ. ഹൈ ഗൈസ്, ഇത് എൻ്റെ ഫ്രണ്ട് അലിൻ. ഹൈ അറിയുമല്ല. ഹായ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അറിയത്തില്ല. അരശ്യാമയുടെ ഏതോ സ്ഥലത്തേക്കാണ് ഇവൻ പറയുന്നു, നമ്മൾ പോകുന്നു. ഇവരെ കൊല്ലം കൊണ്ടുപോകണം. സെൻസേർഡ് വീഡിയോ ആണെന്നൊക്കെ. ഹായ് ജദീദ്, ഹായ് പറയും. ഹായ് പറ പറ. നമുക്ക് ഫസ്റ്റ് ഷൂ കൊടുക്കാൻ പോയല്ലോ. പൈസ പറഞ്ഞാലും എന്താ അറിയില്ലേ? 150 ആവും അവിടുന്ന്, ഇവിടെ 200. ഞങ്ങൾ മിനിമലായിട്ട് ജീവിക്കാൻ. യെസ് യെസ്, ജപ്പാൻ ആണെങ്കിലും അങ്ങനെ തന്നെ. ഓട്ടം സീസണിൽ വരണം അല്ലേ? ഞങ്ങളിപ്പോ അരശ്യാമയിലെ ഏതോ ഒരു കാട്ടിന്റെ ഉള്ളിലാ. ഒരു സ്റ്റേഷൻ കഴിഞ്ഞ് അപ്പുറത്തെ സ്റ്റേഷനിൽ ഇറങ്ങി. ഞങ്ങള് വെറുതെ ട്രക്കിങ്ങിന് വേണ്ടി നടന്നയാ. നല്ല തണുപ്പുണ്ട് ഗൈസ്. നമുക്ക് ഞങ്ങളുടെ ഫോണിലൂടെ നിങ്ങളെ ഈ വ്യൂ കാണിച്ചു തരാം. ഓ, ഞങ്ങളൊരു അടിപൊളി സ്ഥലത്തേക്ക് എത്തിയതാ. ബ്രിഡ്ജ് എന്താന്നറിയില്ല, കണ്ടോക്കാം. തണുപ്പായി ഇവിടെ. 16 ഡിഗ്രിയിലാണ് ഞങ്ങളിപ്പോ. കാടിന്റെ മേലിലൂടെ നടക്കുക. ഓ, ഇത് കണ്ടോ, ഇല കണ്ടോ? ഓ, ഈ വ്യൂ നിങ്ങൾ കാണുന്ന പോലെ ഭയങ്കര രസമുള്ളൊരു വ്യൂ. മലയാളം മേളിലെത്താറായി. ഇനി 2 കിലോമീറ്റർ കൂടെ പോകാൻ മതി.
ഈ മല ഫുള്ളും പൈൻമര. ഈ മല ഫുള്ളും പൈൻമര. എൻ്റെ പുറകിലൊരു കഥയുണ്ട്. ഇവിടെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ യുദ്ധത്തിന് ഇവർ പോകുമ്പം കുറേ ഫയർ വർക്കിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. മറ്റേ ട്രെയിനൊക്കെ ഓടിക്കാൻ വേണ്ടി ഇവിടെ കളിക്കേരി ആയിരുന്നല്ലോ. ഇവിടെയുള്ള മരങ്ങൾ ഫുള്ളും അങ്ങോട്ട് വെട്ടി. ഇത് ഫുള്ളും ഇടിഞ്ഞു വീഴും, ഫുള്ളും റോക്സ് മാത്രമായില്ലേ. അപ്പം വേൾഡ് വാറിന് ശേഷം ഇവിടുത്തെ ഫസ്റ്റ് പ്രസിഡന്റ് പറഞ്ഞു എല്ലാവരും മരം വെക്കണം എന്ന്. അങ്ങനെ അവരെല്ലാവരും പൈൻ മരം വെച്ചു. ഇപ്പം എല്ലാവർക്കും ഇവിടെ പൈൻ മരം കുറച്ച് കഴിയുമ്പോൾ പൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ അലർജിയാണ്. അതാണ് ഇവിടെ കൂടുതലും ഭയങ്കരമായിട്ട് എല്ലാവർക്കും അലർജി എടുക്കുന്നത്. അതാണ് പൈൻ മരത്തിൻ്റെ പ്രൊജക്ട്. ഇതാണ് ജപ്പാന്റെ വൈൽഡ് ലൈഫ് ഗൈസ്. ആരും എത്തിപ്പെടാത്ത എന്താ പറയാ, അങ്ങനെയൊന്നല്ല എത്തിക്കപ്പെടുന്നുണ്ടാവും. ഞങ്ങൾ മാത്രമേ ഇവിടെ എത്തിപ്പെട്ടുള്ളൂ. അലന്റെ കഥകളിൽ പറഞ്ഞ പൈൻ മരങ്ങൾ. ഇവിടെ പ്രേതബാധയുണ്ട് guys, അറിയോ? എഴുതിയേക്കുന്നത് നമുക്ക് തപ്പാം. ബാ അങ്ങനെ കൂട്ടതാ. എന്താണിത്? ഇതാണ് പണ്ട് ബ്രിട്ടീഷുകാര് പണിഞ്ഞ പാലം. അതെ, കാണിച്ചു കൊടുക്കൂ. നമ്മളെ നാടല്ല അത്. ജപ്പാനിലെ ബ്രിട്ടീഷുകാർ വന്നോ? ഇല്ല, അമേരിക്കൻസ്. അവരൊന്നും പണിയല്ല. ഇത് ആർക്കും വേണ്ടാത്തൊരു പാലം. അതെന്താണ്, വെള്ളമാണോ പുഴയാണോ? ഇത്ര നേരം കണ്ട പുഴയാടിയത്. ഇതിന്റെ വെള്ളച്ചാട്ടം അപ്പുറത്ത് കണ്ടല്ലേ. ഇനി നമുക്ക് ആ പുഴയിലേക്ക് പോവാം. ഈ ചെറുക്കൻ കൊള്ളത്തില്ല കേട്ടോ ക്യാമറമാൻ. ഇതാണ് ഇവിടുത്തെ റോഡ് മാപ്പ്. നമ്മൾ പോകുന്നിടത്തൊക്കെ നമുക്ക് മാപ്പ് ഇങ്ങനെ കാണാം. വന്നേ, നമ്മള് ഓടി ഓടി ആ പാലത്തെത്തി. നമ്മൾ നേരത്തെ കണ്ട പാലം. പഴയ പാലം വേണ്ടി നടക്കാൻ പറ്റുമോ? ഓ, ഈ പാലം വലുതാ കഴിച്ചു. അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. ഇനി നമുക്ക് വ്യൂ കാണാം ഗൈസ്. ഇങ്ങോട്ട് നോക്കൂ. എന്താലേ അല്ലേ, ഇവിടെ നോക്കിയാലും വെള്ളം മാത്രമേ. തണുപ്പ് ഗൈസ്. കാണുന്നില്ല. ഇത് കണ്ടോ ഗൈസ്, കുഞ്ഞി അമ്പലം. അല്ല, അമ്പലമല്ല, കുഞ്ഞ സ്ഥലം. 850 തിരിച്ചു പോകാൻ. 850 440. ഇങ്ങോട്ട് പോയാൽ കമയോക്ക. നമ്മൾ വന്നിരിക്കുന്ന ഹൊസുക്യോ. ഓ, ഇത് ടെഡി ബിയറാ. ഡിയർ അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, വായിക്കുക. ഡ്രാക്കുളയുടെ ഫീമെയിൽ എന്താ? ഡ്രാക്കുളി. മറ്റേ ബിച്ചും പിന്നെ വാമ്പയറല്ല. ഇത് ഹാരി പോട്ടറിന്റെ ഡ്രാക്കുളയുടെ എന്താ? ഇത് വേൾഡ് വാർ സമയത്ത് ഇത് വേൾഡ് വാറിന്റെ സമയത്ത് നിർമ്മിച്ച പാലവാ. എന്ത് പാലം ഇത്? റെയിൽവേ സ്റ്റേഷന്റെ പാലം. ലാസ്റ്റ് ട്രെയിനൊക്കെ പോയതിന് ശേഷമാണ് അവിടെ വന്നത്. എന്തെങ്കിലും ട്രെയിൻ ഉള്ളൊരു ദിവസം ഞങ്ങൾ ഒന്നും കൂടെ വരുന്നതായിരിക്കും. നല്ല തണുപ്പത്ത് മഞ്ഞ് പെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും. നമ്മളതേ ആ പാലത്തിലൂടെ വന്നത്. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് പോകാനുള്ള റെയിൽവേ സ്റ്റേഷനല്ല, ഇതൊരു റിച്ച് ട്രെയിനിൽ പോകാനുള്ള.